വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് വിത്ത് ബനാസർ ഖാലിദ്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ കേറ്ററ്റ് LPUP പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കേറ്ററ്റ് പരീക്ഷ ഇപ്പം ഉടനെ തന്നെ അടുത്ത മാസം തന്നെ കേറ്റ് പരീക്ഷ എത്തി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പഠിക്കുക. അപ്പൊ കുറച്ച് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി വീഡിയോസ് അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഈ പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്ന ഈ വീഡിയോ ഒക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പം അത് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ മറ്റൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതും ആ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സും നമ്മൾ പഠിച്ചു പോകുന്നു. അപ്പൊ തീർച്ചയായും ഈ ക്ലാസ് ഉപയോഗപ്പെടുത്തുക. അപ്പൊ നമുക്ക് ഇന്ന് അടുത്ത ടോപ്പിക് എന്താണെന്ന് നോക്കാം. അപ്പൊ എല്ലാവരും ഈ ഓരോ ഭാഗങ്ങൾ നന്നായി മനസ്സിലാക്കി പോവുക. നമ്മൾ പഠിക്കാൻ പോകുന്നത് വളർച്ചയും വികാസവും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം തന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പഠിക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ്. അത് ആരുടെയാണെന്ന് നമ്മളുടെ ചോദ്യത്തിലൂടെ ആരംഭിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. വളർച്ച എന്നത് ഘടനാപരവും ശാരീരികപരവുമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ വികാസം എന്നത് പരിസ്ഥിതിയുടെ സ്വാധീനം വഴി വളർച്ചയിൽ വന്നു ചേർന്ന മാറ്റങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം ക്രോ ആൻഡ് ക്രോ ആണ്. അപ്പൊ ക്രോ ആൻഡ് ക്രോ ആണ് ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത്. അദ്ദേഹം എന്താണ് അഭിപ്രായപ്പെട്ടത്? വളർച്ച എന്നത് ഘടനാപരവും ശാരീരികപരവുമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ വികാസമാകട്ടെ പരിസ്ഥിതിയുടെ സ്വാധീനം വഴി വളർച്ചയിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ വളർച്ച എന്ന് പറഞ്ഞ ഘടനാപരവും ശാരീരിക മാറ്റമാണെങ്കിൽ വികാസം എന്ന് പറയുന്നത് പരിസ്ഥിതിയുടെ സ്വാധീനം വഴി വളർച്ചയിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ മനസ്സിലായോ? ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് ആരാണ്? ക്രോ ആൻഡ് ക്രോ ആണ്. അപ്പം ഈ ഒരു കാര്യം നന്നായി മനസ്സിലാക്കി ഉറപ്പിച്ചു വരുത്തുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതെന്നാണ് ചോദ്യം. ഞാൻ ശരിയായ പ്രസ്താവന മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ അത് മാത്രം പഠിച്ചു വെക്കും. അപ്പൊ എന്താണ് വളർച്ച എന്ന് പറയുന്നത്? വളർച്ച എന്നത് ജൈവ കോശങ്ങളുടെ വർധനവിന്റെ ഫലമാണ്. അപ്പൊ വളർച്ച എന്ന് പറയുന്നത് ജൈവ കോശങ്ങളിൽ ജൈവ കോശങ്ങൾ വർദ്ധിക്കുന്നതിന്റെ ഫലമായിട്ടാണ് വളർച്ച ഉണ്ടാകുന്നത്. ഇനി വളർച്ച എന്ന് പറയുന്നത് പാരിമാണികമാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അതായത് വളർച്ചയെ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കും, അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ സാധിക്കും. ഇനി വളർച്ച എന്നതോ ക്രമമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ. വളർച്ച എന്ന് പറഞ്ഞാൽ ക്രമമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇനി വളർച്ച എന്ന് പറയുന്നത് അനുസ്യൂത പ്രക്രിയ അല്ല. വളർച്ച എന്ന് പറയുന്നത് അനുസ്യൂത പ്രക്രിയ, അതൊരു കണ്ടിന്യൂസ് പ്രോസസ് അല്ല. അതായത് ജനനം മുതൽ മരണം വരെ നടക്കുന്ന ഒരു പ്രക്രിയ അല്ല വളർച്ച എന്ന് പറഞ്ഞാൽ അല്ലെ. പരിപക്വതയോടെ അല്ലെങ്കിൽ മെച്ചുറേഷനോടെ അവസാനിക്കുന്ന ഒരു പ്രക്രിയയാണ് വളർച്ച. ഇനി വളർച്ച എന്ന് പറയുന്നത് ഒരു സഞ്ചിത പ്രക്രിയ കൂടിയാണ്. അതായത് ഒന്നിനു മുകളിൽ ഒരു കാര്യം നടന്നിട്ട് അതിന്റെ അടുത്ത കാര്യം, അങ്ങനെ വളർച്ച എന്ന് പറയുന്നത് എന്താണ്? ഒരു സഞ്ചിത പ്രക്രിയ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് പ്രോസസ് ആണ്. അപ്പൊ ഇതുമാണ് ഇത്തരം കാര്യങ്ങൾ വളർച്ച ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാണ് വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഒന്ന്, വളർച്ച എന്ന ജൈവ കോശങ്ങൾ വർധനയുടെ ഫലമാണ്. രണ്ട്, വളർച്ച എന്ന പാരിമാണികമാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. വളർച്ച നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നു, അതുപോലെ അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കും. ഇനി വളർച്ച എന്ന് പറയുന്നത് ക്രമമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് വളർച്ച. ഈ വളർച്ച അനുസ്യൂത പ്രക്രിയയല്ല. എന്താണ്? അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് അല്ല, അത് പരിപക്വതയോടെ അല്ലെങ്കിൽ മെച്ചുറേഷനോടെ അവസാനിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇനി വളർച്ച എന്ന് പറയുന്നത് ഒരു സഞ്ചിത പ്രക്രിയയാണ്, ക്യുമുലേറ്റീവ് പ്രോസസ് ആണ്. ഇവിടെ ഓർത്തു വയ്ക്കും. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. നോക്കാം. വികാസം ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായവ ഏതെന്നാണ്. ഞാൻ ശരിയായവ മാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കാം. വികാസം ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്തൊക്കെയാണ്? ഒന്ന്, വികാസം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, വളർച്ചയോടൊപ്പം തന്നെ പരിസ്ഥിതി സ്വാധീനം വഴി വ്യവഹാരത്തിൽ വന്നു ചെയ്ത മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് വികാസം. വളർച്ച നടക്കുമ്പോൾ വളർച്ചയോടൊപ്പം പരിസ്ഥിതിയിലെ സ്വാധീനം കൊണ്ട് വ്യവഹാരത്തിൽ ചില മാറ്റങ്ങൾക്ക് വന്നു ചേരുന്നു. ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് വികാസം എന്ന് പറയുന്നത്. ഇനി ജനനം മുതൽ മരണം വരെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് വികാസം എന്ന് പറയുന്നത് അല്ലെ. ജനനം മുതൽ ബോൺ ടു ടോം, നമ്മൾ ജനനം മുതൽ മരണം വരെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഏത്? വികാസം എന്ന് പറയുന്നത്. ഈ വികാസം എന്ന് പറയുന്നത് വളർച്ച അധിഷ്ഠിതമാണ്. വളർച്ച എന്ന് പറയുന്നത് വളർച്ചയിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്? വികാസത്തിലേക്ക് എത്തിച്ചേരുന്നത്. വികാസം എന്ന് പറയുന്നത് ഒരു അനുസ്യൂത പ്രക്രിയയാണ്, അതൊരു കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇനി വികാസം എന്ന് പറയുന്നത് എന്താണ്? ഒരു സഞ്ചിത പ്രക്രിയയാണ്, ക്യുമുലേറ്റീവ് പ്രോസസ്സാണ്. ഇനി വികാസം നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുമോ? ഇല്ല. വികാസം നമുക്ക് നിരീക്ഷിക്കാനോ അളന്ന് തിട്ടപ്പെടുത്താനോ സാധിക്കില്ല. അത് എന്താണ്? ഗുണാത്മകമാണ്, ഇത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഇത്രയാണ് നമ്മൾ വികാസത്തെ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്ന പോയിന്റ്സ്. എന്തൊക്കെയാണ്? വികാസം എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കുക, വളർച്ചയോടൊപ്പം പരിസ്ഥിതിയുടെ സ്വാധീനത്താൽ വ്യവഹാരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് വികാസം എന്ന് പറയുന്നത്. വികാസം എന്ന് പറയുന്നത് ജനനം മുതൽ മരണം വരെ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇനി വികാസം എന്ന് പറയുന്നത് ഒരു അനുസ്യൂത പ്രക്രിയയാണ്, അതുപോലെ ഒരു സഞ്ചിത പ്രക്രിയ കൂടിയാണ് വികാസം. വികാസം എന്ന് പറയുന്നത് ഗുണാത്മക പ്രക്രിയയാണ്, ഒരു ക്വാളിറ്റേറ്റീവ് പ്രോസസ് ആണ്. അത് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കില്ല, ആളിനെ തിട്ടപ്പെടുത്തുവാനും സാധിക്കാത്ത ഒന്നാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ?
ഇനി വികാസം സംബന്ധിച്ച് സെഫലോകോഡൽ നിയമം എന്നാൽ എന്താണ്? വികാസം സംബന്ധിച്ചത് സെഫലോകോഡൽ നിയമം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് വികാസം സംബന്ധിച്ച സെഫലോകോഡൽ നിയമം? വികാസം സംബന്ധിച്ച സെഫലോകോഡൽ നിയമം എന്താണ്? എന്താണ് വികാസം സംബന്ധിച്ച സെഫലോകോഡൽ നിയമം? സെഫലോകോഡൽ എന്ന വാക്കിന്റെ അർത്ഥം ഹെഡ് ടു ടെയിൽ എന്നാണ്. അപ്പൊ ഹെഡ് ടു ടെയിൽ അതായത് ശിരോഭാഗത്ത് നിന്ന് ആരംഭിച്ച് വികാസം പാദങ്ങളിലേക്ക് വ്യാപിക്കും. ഒരു വ്യക്തിയിൽ വികാസം ആരംഭിക്കുന്നത് ശിരോഭാഗത്തു നിന്നാണ്. അതിൽ നിന്നും എങ്ങോട്ട് വ്യാപിക്കുന്നു? പാദങ്ങളിലേക്ക് വ്യാപിക്കുന്നു. അപ്പൊ ശിരസ് ഭാഗം വികാസം പ്രാപിച്ചതിന് ശേഷം മാത്രമാണ് വികാസം താഴോട്ട് ഉണ്ടാകുന്നത്. അങ്ങനെ പാദങ്ങളിലേക്ക് എത്തിച്ചേരുന്നു മനസ്സിലാക്കാം. ഉദാഹരണത്തിന് ഒരു കുട്ടി ജനിക്കുമ്പോൾ കുട്ടിയുടെ ശിരോഭാഗം അല്ലെങ്കിൽ തലഭാഗമാണ് ആദ്യമായിട്ട് വികസിക്കുന്നത്. വികാസം പ്രാപിച്ചതിന് ശേഷം പിന്നീട് മാത്രമാണ് താഴോട്ടുള്ള ഭാഗങ്ങൾ വികസിക്കുന്നത്. അപ്പൊ വികാസം സംബന്ധിച്ചുള്ള സെഫലോകോഡൽ നിയമപ്രകാരം വ്യക്തിയിൽ വികാസം ആരംഭിക്കുന്ന എവിടെയാണ്? ശിരോഭാഗത്തു നിന്ന് പാദങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഹെഡ് ടു ടെയിൽ റീജിയൻ ഡെവലപ്മെന്റ് നടക്കുന്നത്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം. കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. വികാസം സംബന്ധിച്ച പ്രോക്സിമോ ഡിസ്റ്റൽ നിയമം എന്താണ്? വികാസം സംബന്ധിച്ച പ്രോക്സിമോ ഡിസ്റ്റൽ നിയമം ഇവിടെ മനസ്സിലാക്കേണ്ടത് വികാസം എന്ന് പറയുന്നത് പ്രോക്സിമൽ ഡിസ്റ്റൽ നിയമപ്രകാരം കേന്ദ്ര ഭാഗത്തു നിന്നാണ് വികാസം ആരംഭിക്കുന്നത്. ആ കേന്ദ്ര ഭാഗത്തു നിന്ന് ആരംഭിച്ച് അഗ്രങ്ങളിലേക്കാണ് വ്യാപിക്കുന്നത്. അതായത് സെൻട്രൽ ടു പെരിഫറി ആണ് ഇവിടെ ഡെവലപ്മെന്റ് നടക്കുന്നത്. വികാസം എന്ന് പറയുന്നത് പ്രോക്സിമോ ഡിസ്റ്റൽ നിയമപ്രകാരം കേന്ദ്ര ഭാഗത്തു നിന്ന് ആരംഭിച്ച് അഗ്രങ്ങളിലേക്ക് വ്യാപിക്കുന്നു. അതായത് കേന്ദ്രഭാഗം വികസിച്ചതിന് ശേഷം മധ്യഭാഗം വികസിച്ചതിന് ശേഷം മാത്രമാണ് വികാസം അഗ്രഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ പ്രധാനമായിട്ട് പ്രോക്സിമോ ഡിസ്റ്റൽ നിയമപ്രകാരം മനസ്സിലാക്കേണ്ടത്. അടുത്ത നോക്കാം. വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മതയിലേക്ക് കടക്കുന്നു. ഇവിടെ വികാസം എങ്ങനെ നടക്കുന്നു എന്ന് പറയുന്നത് സ്ഥൂലത്തിൽ നിന്ന് ആരംഭിക്കുന്നു അല്ലെ? ജനറൽ നിന്ന് ആരംഭിച്ച് ജനറൽ ടു സ്പെസിഫിക്. വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മതയിലേക്ക് കടക്കുന്നു. ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. അതായത് ഒരു കൈകാൽ വിരലുകൾ മാത്രമായിട്ട് ചലിപ്പിക്കാൻ നവജാത ശിശുക്കൾക്ക് കഴിയില്ല. അപ്പൊ നവജാത ശിശുക്കൾ അവർ ഉടനെ ജനിച്ച ആ ഒരു അവസരം അല്ലെങ്കിൽ കുറച്ചു കാലം കഴിയുന്നതുവരെ അവർക്ക് എന്താണ് കൈകാൽ വിരലുകൾ മാത്രമായിട്ട് ചലിപ്പിക്കാനുള്ള ശേഷി ഉണ്ടാകില്ല, അല്ലെങ്കിൽ അതിനുള്ള വികാസം അവർക്ക് ഉണ്ടാകുകയില്ല. പിന്നീട് അവരെന്ത് ചെയ്യും? വികാസം പ്രാപിക്കുന്നതനുസരിച്ച് അവർക്ക് വിരലുകൾ ഉപയോഗിച്ച് എഴുതാനും വരയ്ക്കാനും ഒക്കെ ഉള്ളത് കഴിവ് ലഭിക്കും. അപ്പൊ ഇവിടെയാണ് വികാസം എന്ന് പറയുന്നത് എന്താണ്? ജനറൽ ടു സ്പെസിഫിക് ആണ്. സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ചാണ് സൂക്ഷ്മതയിലേക്ക് കടക്കുന്നത്. അതായത് മുഴുവൻ കൈയും കാലുകളും എല്ലാ വിരലുകളും ചേർത്ത് വെച്ച് ചെയ്യേണ്ട കാര്യം ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം ഓരോ വിരലുകൾ ഓരോന്നായിട്ട് ഉപയോഗിച്ച് കൈകാൽ വിരലുകൾ മൊത്തമായിട്ട് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് അവർക്ക് വിരലുകൾ അതായത് കൈയിലെ കാലിലെ വിരലുകൾ മൊത്തം എല്ലാ വിരലുകളും ഒന്നിച്ച് ചേർത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ പിന്നീട് എഴുതുന്നതും വായിക്കുന്നതും വെച്ചാൽ അവർക്ക് എന്താണ് എഴുതുകയും വരയ്ക്കാനും അവർക്ക് ഓരോ വിരലുകളുടെ സഹായത്തോടു കൂടി അത് വികാസം പ്രാപിക്കുന്നതനുസരിച്ച് ചെയ്യാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മതയിലേക്ക് കടക്കുന്നു. ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ജനറൽ ടു സ്പെസിഫിക്. അതായത് നവജാത ശിശുക്കൾക്ക് കൈകാൽ വിരലിൽ മാത്രം ചലിപ്പിക്കാൻ സാധിക്കില്ല. എന്നാൽ വികാസം പ്രാപിക്കുന്നതനുസരിച്ച് അവർക്ക് വിരലുകൾ ഉപയോഗിച്ച് എഴുതാനും വരയ്ക്കാനും ഒക്കെ സാധിക്കും. അത് പ്രധാനമായിട്ട് നമ്മളുടെ മനസ്സിലാക്കേണ്ടത്. വികാസം പ്രോക്സിമൽ ഡിസ്റ്റൽ നിയമം നമ്മൾ മനസ്സിലാക്കി, സെഫലോകോഡൽ നിയമം മനസ്സിലാക്കി. അതിനുശേഷം മനസ്സിലാക്കിയ ഡെവലപ്മെന്റ് ജനറൽ ടു സ്പെസിഫിക് ആണ്. സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മതയിലേക്കാണ് കടക്കുന്നത്. അപ്പൊ അതും കൂടെ മനസ്സിലാക്കിയിരിക്കുക. അപ്പം നമ്മൾ ഇന്ന് വികാസവും വളർച്ചയും വികാസവും ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. അതിൽ പ്രധാനമായിട്ട് വളർച്ച എന്താണെന്നും വികാസം എന്താണെന്ന് മനസ്സിലാക്കി, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി, അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് മനസ്സിലാക്കി. പിന്നെ വികാസം എന്ന് പറയുന്നത് പ്രോക്സിമോ ഡിസ്റ്റൽ ആണ്, സെഫലോകോഡൽ ആണ്, അതുപോലെ ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഈ 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് മനസ്സിലാക്കി. അപ്പം ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഈ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്